എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജൂലൈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. തിങ്കളാഴ്ച ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതിയ പ്രവൃത്തി ദിവസം നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഞായറാഴ്ച എല്ലാവരും ദൈവത്തിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ദിവസമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളങ്ങനെ ആയിരിക്കും എന്നും ആണ് എൻ്റെ വിശ്വാസം. ഒരു ദിവസം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുക. ബൈബിളിൽ ദൈവം 6 ദിവസം സകലതും ചെയ്തിട്ട് 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ച് ദൈവം വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വായിക്കുന്നു. വിശ്രമം നമ്മുടെ ജീവിതത്തെ പുതുതാക്കുന്ന ഒന്നാണ്. നമ്മെ പുതുക്കിയെടുക്കുവാൻ വിശ്രമം എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്നു. ഞായറാഴ്ച ദിവസം മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് കുടുംബമായി സന്തോഷിക്കാനും ദൈവത്തെ ആരാധിക്കാനും മാത്രമായിട്ടുള്ള ഒരു ദിവസമായി, വിശ്രമ ദിവസമായി മാറ്റിവെക്കുന്നതിലൂടെ ബാക്കി 6 ദിവസവും ജീവിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള, ചിന്തിക്കാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാകുന്നത്. 6 ദിവസം എല്ലാം ചെയ്യുക. 7-ാം ദിവസം കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിന് വേണ്ടി വേർതിരിച്ചു വെക്കുക, വെറുതെ വിശ്രമിക്കുക. കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് വിശ്രമമുണ്ട്. കർത്താവ് പറഞ്ഞു, പച്ചയായ പുൽപ്പുറങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കും ഞാൻ നിന്നെ നടത്തുമെന്ന് 23-ാം സങ്കീർത്തനത്തിലെ ദാവീദിൻ്റെ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ഉറപ്പ് കിട്ടുന്നു. കർത്താവ് ഇടയനാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വിശ്രമമാണ്. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ഒരു വിശ്രമം. അതുകൊണ്ട് കർത്താവിൻ്റെ മക്കൾ നമുക്ക് ദൈവം തരുന്ന എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും, വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അവരവധിയെടുക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഏതാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ അവധി? ആ അവധിയിൽ നിങ്ങൾക്ക് വിശ്രമിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കാനും കാരണമായി തീരട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസയേ ആരാധന
അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 10 വരെ നമ്മൾ ചിന്തിച്ചു. അതായത് 10-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തെഫാനോസിന്റെ പ്രസംഗത്തോട് എതിർക്കുവാൻ ഒത്തിരി പേര് ശ്രമിച്ചു. എന്നാൽ തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ജ്ഞാനം, ദൈവകൃപ, ഇതിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. എന്നാൽ അവർക്കൊരു കാര്യം അറിയാം: ഇത് അംഗീകരിച്ചാൽ ഇന്ന് അവരായിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെടും. പിന്നെ എന്തു ചെയ്യണം? എങ്ങനെയും ഇതിനോട് എതിർക്കണം. ഇതാണ് ഇന്നും സമൂഹത്തിൽ നടക്കുന്നത്. സുവിശേഷം സത്യമാണെന്നറിയാം, യേശു ജീവനുള്ള ദൈവപുത്രനാണെന്നറിയാം. എന്നാൽ അവരായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആയിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ നിന്ന് താഴോട്ട് പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല. എന്നാൽ എല്ലാവരും അറിയണം, യേശുവിനെ സ്വീകരിക്കുന്നതോടെ ആർക്കുമില്ലാത്ത മാനത്തിലേക്കാണ് അവർ വരുന്നതെന്നും ദൈവത്തിന് പ്രസാദമുള്ള കാര്യത്തിലേക്കാണ് വരുന്നതെന്നും അവരറിയുന്നില്ല. ദൈവത്തിൽ നിന്നുള്ള മാനത്തേക്കാൾ മനുഷ്യരിൽ നിന്നുള്ള മാനത്തെ മറ്റുള്ളവർ ആഗ്രഹിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അപകടമാണ്. മനുഷ്യരുടെ മാനം, മനുഷ്യരിൽ നിന്നുള്ള മാനം, മറ്റുള്ളവർ ബഹുമാനിക്കണം, മറ്റുള്ളവർക്കൊപ്പം നിൽക്കണം. ഒരു സത്യം അറിയണം: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ദൈവമാണ് നമ്മളെ ഉയർത്തുന്നതെങ്കിൽ, ദൈവമാണ് നമുക്കൊരു ജീവിതം തരുന്നതെങ്കിൽ, ദൈവമാണ് നമ്മെ കൃപകളാൽ നിറക്കുന്നതെങ്കിൽ, ദൈവത്തെ വിട്ടുള്ള പരിപാടികളിൽ നിന്ന് നാം പൂർണ്ണമായും പിന്തിരിയണ്ടേ. എന്നാൽ പുരോഹിതന്മാരെ കുറിച്ചൊക്കെ ബൈബിളിൽ വായിക്കുന്നു, അവർ ദൈവത്തിൽ നിന്നുള്ള മാനത്തേക്കാൾ മനുഷ്യരിൽ നിന്നുള്ള മാനത്തെ വളരെയധികം ആഗ്രഹിച്ചു. ഇതൊരു വലിയ അപകട പ്രതിസന്ധിയാണ്. ഇവർക്കിപ്പോൾ സ്തെഫാനോസിന്റെ പ്രസംഗത്തെ എത്ര നല്ലതാണെങ്കിലും എതിർത്തേ മതിയാകും. കാരണം അവർ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ പ്രസംഗത്തിന് എതിരെ സംസാരിച്ചേ മതിയാകും. അതിൽ സത്യമുണ്ടോ, യാഥാർത്ഥ്യങ്ങളുണ്ടോ, ഇതൊന്നും അറിയണ്ട. എങ്ങനെയും ഇതിനെ എതിർക്കുക. ഇതാണിന്ന് നമ്മൾ കാണുന്നത്. ഇന്നായിരിക്കുന്ന പലതിൽ നിന്നും ഈ പ്രസംഗം, സുവിശേഷ പ്രസംഗം, മനുഷ്യനെ പുതിയ ഒരു തലത്തിലേക്ക് തിരിക്കും. ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും ഒരു ടേണിംഗ് ബാക്കാണ്, ഒരു തിരിഞ്ഞുപോക്കാണ് സുവിശേഷീകരണം. സുവിശേഷത്തിന് ഒത്തവണ്ണം പ്രതികരിക്കുമ്പോൾ ഇന്നായിരിക്കുന്ന പലതിൽ നിന്നും
ടാറ്റ പറഞ്ഞ് ദാനിയേലിനെ പോലെ ഞങ്ങൾക്കത് കഴിയില്ല, മേശക് ശദ്രക് അബേദ്നെഗോവിനെ പോലെ ഞങ്ങൾക്കത് കഴിയില്ല, ജോസഫിനെ പോലെ ഞാൻ ആ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിന്തിരിയേണ്ട സമയമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് എല്ലാ ഭാഗത്തും എല്ലാവരും ചോദിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം, രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? 3000 പേരുടെ ചോദ്യമാണ്. 3000 പേർ ഒറ്റ സ്വരത്തിൽ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു നിലയിലേക്ക് ഓരോ സുവിശേഷ പ്രസംഗങ്ങളും വന്നിരുന്നെങ്കിൽ ഭയങ്കര മൂവുണ്ടാകും. പത്രോസിന്റെ പ്രസംഗത്തെക്കാൾ പല മടങ്ങ് ജ്ഞാനവും ശക്തിയുമുള്ളതാണ് സ്തെഫാനോസിന്റെ പ്രസംഗം. ഒരു യൗവനക്കാരന്റെ പ്രസംഗമാണ്. ആ പ്രസംഗം വളരെ ശക്തിയുള്ളതാണ്. എന്നിട്ടും ആ പ്രസംഗത്തെ എങ്ങനെ എതിർക്കാമെന്നുള്ള പുതിയ പ്രോഗ്രാം അവിടെ ഉണ്ടാക്കപ്പെടുന്നത് നമുക്ക് കാണാം. 11-ാം വാക്യം, അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ സുവിശേഷത്തെ മറിച്ചു കളയാൻ മനുഷ്യരുപയോഗിക്കുന്നത് ഇതാണ്. സുവിശേഷം ഒരിക്കലും മതങ്ങൾക്കെതിരെ പറയുന്നില്ല, പാപത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. അഥവാ ആരെങ്കിലും അറിവുകേടിൽ മതങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അവരുടെ അറിവില്ലായ്മകളാണ്. മനുഷ്യരുടെ പാപത്തിന് പരിഹാരമാണ് യേശുവിലൂടെ നടക്കുന്നത്. മതങ്ങളിൽ അങ്ങനെ ഒരു പരിഹാരമുണ്ടെങ്കിൽ അവിടെ നിൽക്കണം. മതങ്ങളിൽ അങ്ങനെ ഒരു പരിഹാരമില്ലെങ്കിൽ യേശുവിലോട്ട് തിരിയണം. മതങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ട് ആരും നന്നായിട്ടില്ല. അതുകൊണ്ട് മതങ്ങളിൽ അങ്ങനെ ഉണ്ടോ? നിങ്ങളായിരിക്കുന്ന മതങ്ങളിൽ അതുപോലെ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെട്ട് യേശുവിനോട് ചേരാനും പറയുന്നുണ്ടെങ്കിൽ ആ മതത്തിൽ നിങ്ങൾക്ക് നിൽക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും കൂടി വരുമ്പോൾ കർത്തൃമേശ എടുക്കുകയും ചെയ്യുന്ന ഒരു മതം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിൽക്കൂ. ഇല്ല എങ്കിൽ അത് ഒരു മതം മാത്രമാണ്, ഒരു മാർഗമല്ല. യേശു മാർഗത്തിൻ്റെ ആളാണ്. സകലരെ ശിഷ്യരാക്കുവിൻ, എന്നെ അനുഗമിക്കുവിൻ. ഇതൊരു മാർഗമാണ്. ഇതൊരു വിജയത്തിൻ്റെ മാർഗമാണ്. ഇത് പാതാള ഗോപുരത്തെ പൊളിച്ച മാർഗമാണ്. സാത്താന് ജയിക്കാൻ കഴിയാത്ത ഒരു മൂവ്മെൻ്റാണിത്. ഇതിനൊക്കെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നു. ഇന്ന് നമ്മളായിരിക്കുന്ന എല്ലാ ചട്ടക്കൂടുകളിൽ നിന്നും കർത്താവ് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിക്കുന്നു. യേശുവാണ് വിളിക്കുന്നത്. അതൊരു പെന്തക്കോസ്ത് സഭയല്ല. യേശു വിളിക്കുന്നു. നിങ്ങൾക്ക് യേശുവുമായി അടുത്ത ബന്ധം ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്. ഇവിടെ ഇതാ ഇവർക്കെതിരെയുള്ള പരിപാടികൾ നടക്കുകയാണ്. ജനത്തെയും മുപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. എന്ത്? ഇവർ ദൂഷണം പറയുന്നു. മോശയ്ക്കും അതുപോലെ ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെ ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. അവനെ പിടിച്ചു. അങ്ങനെ പറയുന്നത് കേട്ടു. അങ്ങനെ സംഭവമില്ല. ഇല്ലാത്ത സംഭവത്തെ ഉണ്ടാക്കി സ്തെഫാനോസിനെ പിടിച്ചു ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിന് ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. സ്തെഫാനോസ് അങ്ങനെ സംസാരിക്കില്ല. അവരെല്ലാം തികഞ്ഞ യഹൂദന്മാരാണ്. അവർ സംസാരിച്ചിട്ടുള്ള ഒറ്റ കാര്യം, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യജീവനില്ല. യേശു ക്രിസ്തുവിലൂടെയാണ് പൂർണ്ണമായ മാനസാന്തരവും പാപമോചനവും. 14-ാമത്തെ വാക്യം, ആ നസറേനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച മോശയ്ക്കും നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. കള്ളസാക്ഷികൾ അങ്ങനെ പറയും. എവിടെയും കള്ളസാക്ഷികളെ നിർത്താറുണ്ട്. ഇതാ ഇവിടെയും ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി പറയുന്നവർ സ്തെഫാനോസിനോട് എതിർക്കാൻ, ജനങ്ങളെ സ്വാധീനിക്കുവാൻ ഇതാ കള്ളസാക്ഷ്യം പറയുന്നു. മോശക്കെതിരെ സംസാരിച്ചു. മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന്
അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. വാസ്തവത്തിൽ മോശയുടെ മര്യാദകൾ നീക്കിക്കളയുകയല്ല, നിവർത്തിക്കുകയാണ് യേശു ചെയ്തത്. മോശ പറഞ്ഞതിനെ നിവർത്തിക്കാൻ മോശയ്ക്കോ ജനങ്ങൾക്കോ കഴിഞ്ഞില്ല. യേശു വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാണ്. പാപം ചെയ്യരുത്, ദൈവത്തെ ബഹുമാനിക്കണം, അന്യവഴികളിൽ നടക്കരുത്, ഇതല്ലേ യേശു കർത്താവ് പറയുന്നേ? ഇത് തന്നെയല്ലേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നേ? ഇതിന് വിരോധമായി കള്ളസാക്ഷികളെ ഉണ്ടാക്കിയത് സ്തെഫാനോസിനെ നശിപ്പിക്കാനായിരുന്നു. ഏറ്റവും ഒടുവിൽ 15-ാമത്തെ വാക്യം, ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. എല്ലാവരും, ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. പരിശുദ്ധാത്മാ പറയുകയാണ്, അതുപോലെയായിരുന്നു സ്തെഫാനോസിന്റെ മുഖം, പ്രസംഗിക്കുന്നവരുടെ മുഖം, ദൈവവചനം പറയുന്നവരുടെ മുഖം, നന്മ സുവിശേഷിക്കുന്നവരുടെ മുഖം, ദൈവത്തെ ആരാധിക്കുന്നവരുടെ മുഖം, ദൈവമുഖം കാണുന്നവരുടെ മുഖം, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരുടെ മുഖം, ദൈവത്തിൻ്റെ വിളിയിൽ നടക്കുന്നവരുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയിരിക്കണം എന്ന് വേദപുസ്തകത്തിൽ നാം കാണുന്നു. അവന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ദൈവ തേജസ്സാണ്. അവന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ദൈവ കൃപയുടെ മഹത്വം അവർ കാണുകയാണ്. അവന്റെ മുഖത്ത് വലിയ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അത് കണ്ടു. ഈ ദിവസങ്ങളിൽ എല്ലാവരും കാണുന്ന ഒരു ദൈവ സാന്നിധ്യം, എല്ലാവരും കാണുന്ന ദൈവ തേജസ്, ദൂതനെ പോലെ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രകാശമയമാണ്. അത് വലിയ തേജസ് നിറഞ്ഞതാണ്. ഒരു ദൂതൻ വന്നാൽ എല്ലാവരും ഭയന്നു പോകും. അതുപോലെ ന്യായാധിപ സംഘത്തിൽ ഇരിക്കുന്നവരെല്ലാം ഭയപ്പെടത്തക്ക രീതിയിൽ അവന്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. വിമർശനങ്ങളുടെ നടുവിൽ, എതിർപ്പുകളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നതിൻ്റെ നടുവിൽ നിന്റെ മുഖം വാടണ്ട. നിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിപ്പിക്കുന്ന നിന്നെ വിളിച്ച കർത്താവുണ്ട്. മുഖം വാടിയ വിശ്വാസികളെ ലോകത്തിന് പ്രയോജനമില്ല. മുഖ തേജസ്സുള്ള വിശ്വാസികളെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. ദൈവ തേജസ്സുള്ള മുഖം ഈ സീസണിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവകൃപ ഒഴുകുന്ന ഒരു മുഖം നമുക്ക് ദൈവത്തോട് ചോദിക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ പുതിയ മാസത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിച്ച ദൈവമേ, ഇന്ന് മുതൽ 1-2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ മാസം തീരുന്നു. എന്നാൽ ഇതിനുള്ളിൽ എഴുന്നേറ്റ് സ്തെഫാനോസിനെ പോലെ മുഖപ്രകാശത്തോടുകൂടി എഴുന്നേൽക്കുവാൻ ഇത് കേൾക്കുന്നവരുടെ മേൽ ദൈവകൃപയുണ്ടാകട്ടെ, ദൈവശക്തി ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, മനസ്സമാധാനമുണ്ടാകട്ടെ, ധൈര്യമുണ്ടാകട്ടെ. ദൈവവചനം സംസാരിക്കാനുള്ള, പ്രസംഗിക്കാനുള്ള ശേഷി എല്ലാവരിലും ഉണ്ടാകും. കൃപ പകരണം യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ ബലത്തിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ആശ്രയം വെക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.